നമുക്കിടയിൽ പ്യുവറായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമുണ്ട്, അതുപോലെ തന്നെ നല്ല ഹൈ എമ്പതി ഉള്ള ആളുകളുമുണ്ട്. നമ്മൾ ഓരോ ആളുകളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, സംസാരിക്കുന്ന സമയത്ത്, ജീവിക്കുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് പല അധികം ആളുകളെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. അതിലെല്ലാവരും ചോദിക്കുന്ന ഏറ്റവും അധികം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ നാർസിസിസം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എമ്പതിയുള്ള ആളുകളും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും ഒരേ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് വളർന്നു വരുന്നത്. ഇതിന് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കണ്ടൻസ് ഇതിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആരും ഇങ്ങനെ തന്നെ ജനിച്ചു വരുന്നവരല്ല. ബയോളജിക്കൽ എഫക്റ്റ് കാരണം നാർസിസ്റ്റിക് സ്വഭാവം ഉണ്ടാവുന്ന ആളുകളുമുണ്ട്. എന്നാൽ പോലും ഒരുപാട് ഔട്ട്സൈഡ് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ രൂപപ്പെട്ടു വരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, നാർസിസ്റ്റുകളും എംപാത്തുകളും ഒരേ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ സ്വഭാവ രീതിയും ജീവിതശൈലിയും മറ്റുള്ളവരെ കാണുന്ന രീതികളെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ഒരേ കാറ്റഗറിയിൽ ജീവിച്ച് വളർന്ന രണ്ട് പേരെങ്ങനെ രണ്ട് രീതിയിൽ വളർന്നു വരുന്നു എന്നതിനെക്കുറിച്ച്, നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ആണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ നമ്മൾ അധികമായിട്ട് കേൾക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇത്രയും അധികം മാനിപ്പുലേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്രോമകളൊക്കെ അനുഭവിച്ച് വേദനകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നവരാണ് എങ്ങനെ ഒരു എംപാത്തായിട്ട് ഹൈ എമ്പതിയുള്ള ആളായിട്ട് മാറുന്നു? അതേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരാൾ എങ്ങനെ നാർസിസ്റ്റ് ആകുന്നു? ഈ രണ്ട് ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് ഒരു സാഹചര്യം എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മുടെ നാട്ടിൽ എല്ലാ സോഷ്യൽ എലമെൻസും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെയായിട്ട് രണ്ട് കുട്ടികൾ വളർന്നു വരുന്നു. ഒരേ വീട്ടിൽ നിന്ന്, ഒരേ സമൂഹത്തിൽ നിന്ന്, ഒരേ ആളുകൾക്കിടയിൽ നിന്ന് ഇവർ വളർന്നു വരുന്ന രണ്ട് പേർ. എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും മോശം വാക്കുകളും കേട്ടുകൊണ്ടാണ് ഇവർ വളർന്നു വരുന്നത്. ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങൾക്കും നല്ല ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കമൻറ്റോ കിട്ടാത്ത രണ്ട് പേർ. എല്ലാ സമയത്തും കുത്തുവാക്കുകളും വേദനിപ്പിക്കലുമായിട്ട് ഇവരുടെ ആ ഒരു കുട്ടിക്കാലം ഇങ്ങനെ വളർന്നു വരുന്നു. വളർന്നു വന്ന് ഒന്ന് മെച്ചോർഡായിട്ട് വരുന്ന സമയത്താണ് ഒരാൾ ഭയങ്കര സ്നേഹമുള്ള, എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും കാണാനും മനസ്സിലാക്കാനും, ഒരാളുടെ മുഖത്ത് വരുന്ന ഒരു ചെറിയ സങ്കടം പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരാളായിട്ട് ഒരാൾ മാറുന്നു. മറ്റൊരാൾ പൂർണ്ണമായിട്ടും സ്വന്തം എന്നെ സംരക്ഷിക്കണം, എനിക്കൊരു പ്രശ്നം വരരുത് എന്നുള്ള ഒരു ചിന്തയിൽ കംപ്ലീറ്റ്ലി സെൽഫിഷ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റായിട്ട് വളർന്നു വരുന്നു. അതായത് ഒരേ സാഹചര്യത്തിൽ ഒരേ കാലാവസ്ഥയിൽ വളർന്നു വന്ന വലിയ ഒരു മരം. ഈ മരത്തിൽ എല്ലാം പ്രൊവൈഡ് ചെയ്തത് വെള്ളം, അതിന് വേണ്ട സൂര്യപ്രകാശം എല്ലാം കിട്ടിയത് ഒരേ അളവിലായിരുന്നു. പക്ഷേ ഇതിൽ നിന്നുണ്ടായി വന്ന രണ്ട് ഫ്രൂട്ട്സ്, ഒന്ന് ഭയങ്കര കയ്പുള്ളതും ഒന്ന് ഭയങ്കര മാധുര്യമുള്ളതുമായിട്ട് മാറി. ഈ ഒരു മാറ്റമാണ് ഒരേ വീട്ടിൽ നിന്ന് വരുന്ന ഒരു എംപാത്തിനും നാർസിസ്റ്റിനും സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം നമ്മുടെ സൈക്കോളജിയാണ്. നമ്മുടെ ബ്രെയിൻ രൂപപ്പെട്ട് വന്നിട്ടുള്ളതിൽ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ആളുകളും വേദനയോട് ഒരേ രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരുപാട് വേദന വരുന്ന സമയത്ത് അയാളുടെ ചിന്തകൾ പോകുന്ന രീതി, ഞാൻ ഇത്രയും അധികം വേദനിപ്പിക്കപ്പെട്ടു, ഞാൻ ഇത്രയും അധികം
ഒറ്റപ്പെട്ടു പോയി, എന്നെ ആരും സംരക്ഷിച്ചില്ല. ഒരാൾ എന്നെ സംരക്ഷിക്കാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരുപാട് ബെറ്ററായിട്ട് ജീവിക്കാൻ സാധിച്ചേനെ. അതുകൊണ്ട് ഇനി എൻ്റെ ഒരു അവസ്ഥയിൽ മറ്റൊരാൾ കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ വേദനിക്കപ്പെടാനോ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാവരെയും സംരക്ഷിക്കും. അങ്ങനെ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള നമ്മളെല്ലാവരും പറയുന്ന ഒരു എംപാത്ത് എന്ന് പറയുന്ന ഒരാൾ രൂപപ്പെട്ടു വരും. ഈ ഒരു കുട്ടി ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുങ്ങിക്കൂടി മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ സ്വന്തം കാര്യങ്ങൾ പോലും സാക്രിഫൈസ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ അടുത്ത ഒരു കുട്ടിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നത്, ഞാൻ വീക്കായിട്ട് നിന്നാൽ എല്ലാവരും എന്നെ ഉപദ്രവിക്കും, ഞാൻ എന്നെ സംരക്ഷിക്കണം, ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, ആരും എന്നെ ഉപദ്രവിക്കാനോ എന്നെ തോൽപ്പിക്കാനോ ഞാനൊരു സാധ്യത ഉണ്ടാക്കരുത്, എല്ലായിടത്തും ഞാൻ തന്നെ വേണം മുകളിൽ നിൽക്കാൻ, എന്നാൽ മാത്രമേ എനിക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ചിന്തയിൽ വളർന്നു വരും. ഈ ഒരു ചിന്തയാണ് വളർന്നൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് മാറി വരുന്നത് എന്ന് കരുതി വളർന്നു വന്നിട്ടുള്ള എല്ലാ നാർസിസിസ്റ്റുകളും വീട്ടിലോ സമൂഹത്തിലോ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടായി വളർന്നു വന്ന ആളുകളല്ല. അങ്ങനെ ഈ രണ്ടാമതിലുള്ള കുട്ടി ഒരു നാർസിസ്റ്റായിട്ടാണ് വളർന്നു വരുന്നത്. അവർ എമ്പതി പഠിച്ചെടുക്കേണ്ട പകരം എല്ലാ വൾണറബിലിറ്റികളും കൺട്രോൾ ചെയ്യണം. മറ്റുള്ളവർക്ക് എൻ്റെ ഇമോഷൻസ് ഒന്നും മനസ്സിലാവാൻ പാടില്ല. ഏതൊരു സാഹചര്യത്തിലും ഞാനായിരിക്കണം മുകളിൽ നിൽക്കുന്നത്, എനിക്ക് മുകളിൽ മറ്റൊരാൾ ഉണ്ടാവാൻ പാടില്ല, ഞാൻ എവിടെയും തോറ്റു പോകാൻ പാടില്ല, എൻ്റെ തെറ്റുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പാടില്ല. അങ്ങനെ എല്ലായിടത്തും സ്വയം സംരക്ഷിക്കുക എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും വളർന്നു വരുന്നത്. ഇവർക്കുള്ള ഒരു വലിയ പ്രശ്നം മറ്റുള്ളവരുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നതിന് നല്ല ഒരു എമ്പതിയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു കുറവ് കാരണം മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഇവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരാൾ ഇവരുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവരെ സ്നേഹിക്കുന്നതിന് പകരം അവരെ ഇവർ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നിടത്താണ് ആ ഒരു സമാധാനവും സാറ്റിസ്ഫാക്ഷനും, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സ്റ്റേബിളാണ് എന്നുള്ള ഒരു സമാധാനമൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നത് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ്. കാരണം അയാളുടെ കൺട്രോൾ ഇവരുടെ കയ്യിലില്ലെങ്കിൽ ഇയാൾ അവിടെ സേഫ് അല്ല എന്നൊരു ചിന്തയിലായിരിക്കും ഇയാൾ ജീവിക്കുന്നത്. ഇനി നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ കുറച്ച് മാസങ്ങൾ കൊണ്ടോ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. പകരം ഒരുപാട് വർഷങ്ങളുടെ ഇമ്പാക്റ്റ് ഇവരുടെ ഈ ഒരു സ്വഭാവ രീതിയിൽ ഉണ്ടാവും. ഒരുപാടധികം വേദനകൾ ഒരുപാട് വർഷങ്ങൾ സഹിച്ചിട്ടായിരിക്കും ഈ ഒരു എംപാത്ത് ഉണ്ടായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയോ ടോക്സിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോ പാരൻറ്റിങ്ങിലൂടെയോ, ഇതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്നത് ശരിയാണ്, നീ ഭയങ്കര എല്ലാവരെക്കാളും നീയാണ് മുകളിൽ എന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളുമാവാം ഈ നാർസിസിസ്റ്റ്. ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് വരുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നാർസിസിസ്റ്റ് രൂപപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും അയാളൊരു ഇമോഷണൽ വൾണറബിലിറ്റിയിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലൂടെയോ ഒരുപാട് ട്രോമയിലൂടെയോ മാത്രമാണ് ബിൽഡ് ചെയ്തു വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള രണ്ട് പാരൻസോ അല്ലെങ്കിൽ ഒരു പാരൻറ്റോ ഇവരെ എന്ത് ചെയ്താലും നീ ചെയ്യുന്നത് ശരിയാണ്, നീ എല്ലാവരെക്കാളും സ്പെഷ്യലാണ് എന്ന് പറഞ്ഞ് തലയിൽ കൊണ്ട് നടന്ന് വളർത്തിക്കൊണ്ടുവന്നാലും ഇവർക്കൊരു നാർസിസ്റ്റിക് സ്വഭാവം ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇനി മറ്റൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടി പഠിക്കുന്നു, പരീക്ഷയ്ക്ക് ഈ കുട്ടിക്ക് 100ൽ 95 മാർക്ക് കിട്ടി വീട്ടിലേക്ക് വരുന്നു. വീട്ടുകാരിവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ഒരു നല്ല സന്തോഷം സ്പെൻഡ് ചെയ്യേണ്ടതിന് പകരം ഇതിൽ 5 മാർക്ക് എവിടെ പോയി, എന്ത് പറ്റി, നിനക്കെന്താ 100ൽ 100 കിട്ടാതിരുന്നത്, ഈ ഒരു ചോദ്യം അങ്ങ് ചോദിക്കും. ആ കുട്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ 95 മാർക്ക് മേടിച്ചതിന് ഒരു വാല്യൂ ഇല്ലാതെയാവും. അവിടെ അവൻ ആഗ്രഹിച്ചിട്ടുള്ള, അവൻ മനസ്സിലാക്കിയ ആ ഒരു സന്തോഷവും സപ്പോർട്ടും ആ ഒരു വീട്ടിൽ നിന്ന് അവന് കിട്ടിയില്ല. അങ്ങനെ ഇവനെ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവൻ കരയും. കരയുമ്പോൾ സ്വാഭാവികമായിട്ടും നീ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ചീത്ത പറഞ്ഞത്, കരയണ്ട എന്ന് പറഞ്ഞ് അത് പിടിച്ചു നിർത്താൻ നോക്കും. ഇല്ലെങ്കിൽ നീ ഒരു ആൺകുട്ടിയല്ലേ, ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് പറയും. ഇതൊന്നുമല്ലെങ്കിൽ നീ വെറുതെ ഡ്രാമയൊന്നും ഇറക്കണ്ട, അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് 100ൽ 100 മേടിക്കണം എന്ന് പറയും. പക്ഷേ ആ 100ൽ 95 കിട്ടിയതിൻ്റെ ഒരു നല്ല വാക്കോ ഒരു ആശംസയോ ആരും പറയില്ല. ഇനി ഇതൊന്നുമല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്നത് പോലെ നിങ്ങളുടെ കുട്ടിക്കൊരു തെറ്റ് പറ്റുന്നു. ആ തെറ്റ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഓർമ്മ എത്തുന്ന കാലം വരെ നിങ്ങൾ മുഖത്ത് നോക്കി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലും ആ കുട്ടിക്ക് അതൊരു വലിയ ട്രോമയായിരിക്കും. ഓരോ ദിവസവും ഞാനെന്തോ വലിയ ഒരു തെറ്റുകാരനാണ് എന്ന ചിന്തയിൽ ആ കുട്ടി വളർന്നു വരും. ഇങ്ങനെ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് കണ്ടൻസ് ഈ കുട്ടികളെ നല്ല ഒരു വ്യക്തിയായിട്ടും അതുപോലെ തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു നാർസിസ്റ്റിക് സ്വഭാവമുള്ള ഒരാളായിട്ടും വളർത്തിക്കൊണ്ടുവരും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, ഓരോ വാക്കുകളിലും, സംസാരിക്കുന്ന ഓരോ സാഹചര്യത്തിലും, പറയുന്ന ഓരോ രീതികളിലും വരെ ഓരോ മക്കളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എല്ലാ പേരൻസും ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയെ ആണോ വളർത്തിക്കൊണ്ടുവരുന്നത്? അല്ല. അതുമല്ലെങ്കിൽ ഒരു ട്രോമയിലൂടെ കടന്നു വരുന്ന എല്ലാ മക്കളും ഭയങ്കര എമ്പതി ഉള്ള ആളായിട്ടാണോ വളർന്നു വരുന്നത്? അങ്ങനെയുമല്ല. ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി അതിലും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ പാടുള്ളതല്ല. ഇതിലൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കാനും ഈ രീതിയിൽ ആ കുട്ടി വളർന്നു വരാനുള്ള സാഹചര്യവും ഒരുപാടുണ്ട്. കാരണം ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള ഒരുപാട് എലമെന്റ്സ് ഇവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മയും അച്ഛനും എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുന്നത്, ചെറിയ കുട്ടിയോടോ അല്ലെങ്കിൽ വലിയ കുട്ടിയോടോ എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത്, തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളുമായിട്ട് എത്രത്തോളം സൗഹൃദം ഇവർക്ക് ഉണ്ട്, ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റിൽ നിന്ന് എണീച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീണ് കിടക്കുന്ന ഒരാൾക്ക് ഒരു കൈ കൊടുത്ത് അയാളെ എഴുന്നേൽപ്പിച്ച് എടാ എന്തെങ്കിലും പറ്റിയോ, ഇങ്ങനെ ആ കുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങളിൽ കാണുന്ന ഒരുപാട് എലമെന്റ്സ് ഈ മക്കളെ ബാധിക്കും. അത് പോസിറ്റീവായിട്ടുള്ള രീതിയിലും നെഗറ്റീവായിട്ടുള്ള രീതിയിലും എഫക്റ്റ് വരാം. അത് നിങ്ങൾ എന്തൊരു ഇമേജാണോ ഇവർക്ക് മുന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് അതുപോലെ ആയിരിക്കും ഉണ്ടായി വരുന്നത്. എല്ലായിടത്തും ഒരുപാട് ടെൻഷൻ അടിച്ച് പേടിച്ച് നിങ്ങളെ കാണുമ്പോൾ എന്ത് പറയണം എന്ത് സംസാരിക്കണം എന്നറിയാത്ത പോലെ ശ്വാസം മുട്ടി മുഴുവനും ഒരു കൺട്രോളിലും ട്രോമയിലും പേടിയിലും വളർന്നു വരുന്ന ഒരു കുട്ടി വളർന്നു വന്ന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, നല്ല പ്രവൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് എത്ര വലിയ ദുരാഗ്രഹമാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം, സ്വയം മനസ്സിലാക്കണം. ഇനി ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും
ഈ കുട്ടികൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആളായിട്ടോ അല്ലെങ്കിൽ ഒരു എമ്പതി ഉള്ള ആളായിട്ടോ വളർന്നു വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് മാറുന്നത്? ഈ എമ്പതിയുള്ള ആൾ എന്തായാലും നല്ലൊരു വ്യക്തിയായിട്ടാണ് വളർന്നു വരുന്നത്. ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല. പക്ഷെ ഈ ഒരു നാർസിസിസ്റ്റ് എപ്പോഴും മറ്റുള്ളവർക്കൊരു വലിയ പ്രശ്നക്കാരിയോ പ്രശ്നക്കാരനോ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവരുടെ ചെറുപ്പകാലമൊക്കെയാണ് ഇതിനൊരു കാരണമെങ്കിൽ ശരിക്കും അവരോട് നമുക്കൊരു എമ്പതിയല്ലേ തോന്നേണ്ടത് എന്നാണ് പലരും ചിന്തിക്കാറ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ്, ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്കുണ്ടായിരുന്ന നോളജ് ഡിഫറൻസ് ഉണ്ട്. അയാൾക്ക് മറ്റൊരാളെ ഞാൻ വേദനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നക്കാരനായിട്ടോ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളായിട്ടോ ആണ് വളർന്നു വരുന്നത് എന്നോ, ഞാനൊരാളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്നോ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഇതേ ആൾ വളർന്നൊരു മെച്ചോർഡായിട്ടുള്ള ആളായിട്ട് വീണ്ടും ഇതേ നാർസിസ്റ്റിക് സ്വഭാവം കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് അയാളുടെ മാത്രം ചോയ്സാണ്. അയാൾക്ക് മറ്റുള്ളവരുടെ വേദനയും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനോ മറ്റുള്ളവർ പറയുന്നതൊന്ന് കേട്ട് ഞാൻ ഒരാളെ വേദനിപ്പിക്കുന്നുണ്ട്, ഞാൻ സ്വയം മാറാം, ആർക്കും ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മൾ ജീവിക്കാൻ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പെരുമാറാനുമുള്ള ഒരു ഓപ്ഷൻ എല്ലാ നാർസിസ്റ്റുകൾക്കും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വരികയാണ്. കയ്യിൽ ഒന്നുമില്ല, മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും മറ്റുള്ളവരുടെ സാധനങ്ങളോ അവരുടെ പൈസയോ മോഷ്ടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ എടുത്താൽ നമ്മൾ ഒരുപാട് പ്രശ്നത്തിലാണെങ്കിൽ പോലും ആ ഒരു തീരുമാനം തെറ്റാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് ഒരു നാർസിസിസ്റ്റിന്റെ ജീവിതവും. നാർസിസിസ്റ്റ് ചിലപ്പോൾ വളർന്നു വന്നിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ അയാൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു ചോയ്സ് അല്ല. സോ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഏജ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരാളെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നതും, ഞാൻ ടോക്സിക് ആയിട്ട് പെരുമാറുന്നതും, ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും, എൻ്റെ സ്വഭാവത്തിലുള്ള ടോക്സിക് ബിഹേവിയേഴ്സൊക്കെ ചൂസ് ചെയ്ത് ഇതൊക്കെ മാറ്റണം. നല്ലൊരു തെറാപ്പിക്ക് ഞാൻ പോകണം, നല്ലൊരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിങ് ഞാൻ പോകണം എന്നൊക്കെ സ്വയം തീരുമാനിച്ച് ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ എല്ലാ നാർസിസ്റ്റുകൾക്കും ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്ത് മാറുക എന്നുള്ളതാണ് അതിലെ ശരിയായിട്ടുള്ള ഒരു രീതി. പകരം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കാനുള്ള ഒരു ലൈസൻസ് ഇവർക്കില്ല. ഇനി ഇവിടെ എംപാത്തുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നാർസിസ്റ്റുകൾ മറ്റുള്ളവർക്ക് ടോക്സിക് ആയിട്ട് മാറുന്ന പോലെ തന്നെ എംപാത്തുകളും ഒരു രീതിയിൽ ടോക്സിക് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവർ ടോക്സിക് ആവുന്നത് അവർക്ക് തന്നെയായിരിക്കും. അവർ സ്വന്തം ആവശ്യങ്ങളോ സ്വന്തം റെസ്പെക്റ്റോ സ്വന്തം വാല്യൂ ഒന്നും ചിന്തിക്കാതെ, ഒന്നും മനസ്സിലാക്കാനോ സ്വയം സ്നേഹിക്കപ്പെടാനൊരു സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്ത് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ജീവിച്ചു തീർക്കും. അവിടെ ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവത്തേയില്ല. അവരുടെ ഒരു കൺസെപ്റ്റിൽ ലൈഫ് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി ആയിരിക്കും ഇവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിട്ട് വരുന്നത്. അതൊരു സെൽഫ് ഹാമിങ് ബിഹേവിയറാണ്.
ഇതുകൊണ്ട് തന്നെയാണ് ഈ നാർസിസ്റ്റും എംപാത്തും ഇത്രയധികം കണക്ട് ചെയ്യപ്പെടുന്നത്. നാർസിസ്റ്റിന് എത്രത്തോളം അറ്റൻഷനും സ്നേഹവും കെയറും അഡ്മിറേഷനും കൺട്രോളും വേണമോ അത്രത്തോളം ക്ഷമയും ഒരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഇതൊന്നും ഇല്ലാത്തൊരു സ്വഭാവ രീതിയായിട്ട് ഈ എംപാത്തും വളർന്നു വരുന്നുണ്ട്. നാർസിസ്റ്റിന് എന്താണോ വേണ്ടത് അതെല്ലാം ഈ എംപാത്തിൻ്റെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ നാർസിസ്റ്റിൻ്റെ കയ്യിൽ ഏറ്റവും അധികം പെട്ടുപോകുന്നവരും അതിൽ നിന്ന് പുറത്തു വരാതെ ജീവിതകാലം മുഴുവനും ആ ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഗെയിമിൻ്റെ ലൂപ്പിൽ പെട്ടുകിടക്കുന്നവരും കൂടുതൽ ഈ ഹൈ എമ്പതിയുള്ള ആളുകളായിരിക്കും. ഇവിടെ ഒരാൾ കോൺസ്റ്റൻ്റായിട്ട് മറ്റൊരാൾക്ക് അറ്റൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഒരാൾ അത് റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തൊരു തെറ്റ് ചെയ്താലും മുന്നിൽ നിൽക്കുന്ന ആൾ എത്ര മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് ക്ഷമിച്ചു കൊണ്ടേയിരിക്കുന്നു, ക്ഷമിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എംപാത്തും ഈ ക്ഷമ കാരണം വീണ്ടും വീണ്ടും ഒരു പാറ്റേണായിട്ട് ചതിയും അബ്യൂസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നാർസിസിസ്റ്റ് രൂപപ്പെടും. ഇങ്ങനെ നാർസിസിസ്റ്റിന് എന്ത് ഒരു ഫ്യൂവലാണോ മുന്നോട്ട് പോകാൻ വേണ്ടത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും ഈ എംപാത്ത് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ നാർസിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ നാർസിസ്റ്റ് സ്വയം ഒരു ചോയ്സ് എടുത്ത് ഒരു നല്ല തെറാപ്പിയൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് മുന്നോട്ട് നല്ലൊരു ബിഹേവിയറുമായിട്ട് വരണം എന്ന് പറഞ്ഞ പോലെ തന്നെ എമ്പതിയുള്ള എംപാത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ നമ്മൾ മറ്റൊരാളോട് സ്നേഹവും കെയറും കാണിക്കുന്നുണ്ടെങ്കിലും ഒരു സെൽഫ് ബൗണ്ടറി അവിടെ അത്യാവശ്യമാണ്. ആർക്കും നമ്മളോട് എന്തും പറയാനും എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ കൊടുക്കരുത്, അത് മാറ്റണം. എന്നിട്ട് നല്ല ഒരു ഹെൽത്തി ബൗണ്ടറി ബിൽഡ് ചെയ്ത് മുന്നോട്ട് വരണം. ഈ ഹെൽത്തി ബൗണ്ടറി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, എന്തായാലും കാണണം. അപ്പോൾ നല്ല ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു എമ്പതി ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ എല്ലാവരും ചോദിച്ച പോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ട്രോമയും ആ ഒരു ചൈൽഡ്ഹുഡ് ലൈഫുമൊക്കെ ഇവർ രൂപപ്പെടുന്നതിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും ഇത് ചോദിച്ചിട്ടുള്ളത് നാർസിസ്റ്റുകളെ കുറിച്ചാണ്. എന്നാൽ നിങ്ങൾ ഈ എംപാത്തുകളെ കൂടെ മനസ്സിലാക്കണം. കാരണം ഈ നാർസിസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന ഒരു വലിയ ശതമാനം ആളുകളും ഹൈലി എമ്പതിയുള്ള ആളുകളായിരിക്കും. എന്തെങ്കിലും ഇവർക്കൊന്ന് ക്ഷമിച്ചു കൊടുത്ത് ഒന്നുകൂടെ ലൈഫിലൊരു ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആണിവർ കൂടുതലും അന്വേഷിക്കുന്നത്. ഇവർ ഇനി കല്യാണം കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ ഈ പ്രശ്നം ക്ഷമിച്ചു കൊടുത്താൽ വീണ്ടും ഇവരിത് റിപ്പീറ്റ് ചെയ്യുമോ, ഈ ഒരു രീതിയിൽ. സോ ഇത് രണ്ടും ഒരേപോലെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ അബ്യൂസുകളിലൂടെ വളർന്നു വന്ന ആളും നാർസിസിസ്റ്റോ അല്ലെങ്കിൽ എല്ലാ അബ്യൂസിലൂടെ വളർന്നു വന്ന ആളും എംപാത്തോ ആയിട്ട് മാറണമെന്നില്ല. സോ ദ ഫ്യൂച്ചർ ഈസ് നോട്ട് ഓൺലി ഡിസൈഡഡ് ബൈ യുവർ പാസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ മുന്നോട്ടുണ്ട്. ആ ചോയ്സുകളിലൂടെ നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ആർക്കും ഒരാളെയും വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ചാൻസ് കൊടുക്കരുത്. അത് അഡ്ജസ്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ നിന്ന് കൊടുക്കരുത്. ഇതേ ടോക്സിക് എൻവിറോൺമെൻറ്റിലും ബുദ്ധിമുട്ടുകളിലും തന്നെയാണ് നല്ല ഹെൽത്തി ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന, നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആളുകളും വളർന്നു വരുന്നത്. ഇതേ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള സ്വന്തം വാല്യൂ അറിയുന്ന അതേ വാല്യൂ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകളും വളർന്നു വരുന്നുണ്ട്. അവർ തന്നെയാണ് ഈ ലോകത്ത് ഭൂരിഭാഗവും. സോ
ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല പൂർണ്ണമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഹീലിംഗ് ഈസ് എ ചോയ്സ്. ഗ്രോത്ത് ഈസ് എ ചോയ്സ്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഈസ് എ ചോയ്സ്. And that is the difference between someone who follows the cycle and someone who breaks it. ഈ ഒരു ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. സോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിലും കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. So stay aware, stay grounded, be empathetic. This is TQ Talks.